നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആറാമത്തെ നക്ഷത്രം, അതായത് തിരുവാതിര നക്ഷത്രം. ഇതിന് ആർദ്ര എന്ന ഒരു പേരുകൂടി ഉണ്ട്. വളരെ വിശിഷ്ടമായ ഒരു നക്ഷത്രമാണിത്. ബഹുമാനിക്കപ്പെടുന്നതാണ്. ശിവന്റെ നക്ഷത്രമാണ്. അപ്പോൾ അതിനൊരു ശക്തി പരിഗണന ഉണ്ട്. ഇതിൻ്റെ രാശ്യാധിപൻ രാഹുവാണ്. നക്ഷത്രാധിപൻ രാഹുവാണ്. രാശ്യാധിപൻ ബുധനാണ്. മൃഗം ഫീമെയിൽ ഡോഗ് ആണ്. പക്ഷി ചകോരമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ നക്ഷത്രത്തിൻ്റെ ഡയറ്റി, ദൈവം, അതായത് ശിവൻ, രുദ്രൻ്റെ പ്രത്യേകതകൾ, ശിവന്റെ പ്രത്യേകതകൾ ഒരുപാട് ഈ നക്ഷത്രത്തിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ശിവനുമായി അല്ലെങ്കിൽ ശിവന്റെ അനുഭവങ്ങളുമായി ഈ നക്ഷത്രക്കാരെ തട്ടിച്ചു നോക്കണം. അതിലുണ്ടാകുന്ന ദോഷങ്ങളും ഗുണങ്ങളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ജാതകത്തിലെ ഗ്രഹനിലകൾ കൂടി ചേർത്ത് വേണം ഈ നക്ഷത്രത്തിനെ പറ്റി അല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രായം പറയാൻ. ആദ്യമായി തന്നെ ശിവന്റെ കൈലാസം. അവിടെ ശിവൻ ആക്ച്വലി ത്യാഗിയാണ്. ശിവന് ഈ ലൗകിക ജീവിതവുമായിട്ട് ഒരു താല്പര്യവുമില്ലാത്തൊരു ദൈവമാണ്. കല്യാണ സമയത്ത് തന്നെ പാർവതിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു യോഗിയാണ്, എനിക്ക് നിന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഞാൻ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിർമ്മലമായ സ്നേഹം മാത്രം ഉണ്ടായിരുന്ന പാർവതി അതൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് കല്യാണത്തിന് തുനിഞ്ഞത്, മുന്നിൽ വന്നത്. അതിൻ്റെ പരിണാമം നമുക്കറിയാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ശിവന് ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ടായത് ഈ കല്യാണത്തിന് ശേഷമാണ്. ശിവൻ ദക്ഷനുമായി യുദ്ധം ചെയ്യുന്നു. ഒരുപാട് ദുഷ്കർമ്മങ്ങൾ അവിടെ ചെയ്യേണ്ടി വരുന്നു. പാർവതിയുടെ ശവശരീരവും ഏന്തി ലോകം മുഴുവൻ ശിവൻ കറങ്ങുന്നു. അവിടെ രുദ്ര താണ്ഡവം നടക്കുന്നു. ശിവന്റെ ഒരു സ്വഭാവമാണത്. സന്തോഷത്തിലും സംഘർഷത്തിലും ശിവൻ താണ്ഡവമാടും. അതൊക്കെ നമ്മൾ എന്തിനു ഞാനിവിടെ പറയുന്നു എന്ന് വെച്ചാൽ, ഇതൊക്കെ നമ്മൾ ഈ നക്ഷത്രക്കാർക്ക് ചേർക്കണം. അവരുടെ ചില സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ അവർ അവരുടെ സ്വഭാവത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഇത്തരം കഥകളിൽ കൂടി വേണം നമുക്ക് കൊണ്ടുപോകാൻ. ശിവനെ തന്നെ, ഡയറ്റിയായ ശിവനെ തന്നെ മുൻനിർത്തി വേണം ഈ ജാതകക്കാരുടെ സ്വഭാവ വിശകലനം നടത്താൻ. ഡിസ്ട്രോയറാണ് ശിവൻ. അതുപോലെ തന്നെ സംരക്ഷകനും ആണ്. നമുക്കറിയാം, പാലാഴി മഥനത്തിൽ വന്ന ഹലാഹൽ ഈ ലോകത്തെ തന്നെ ചുട്ടരിക്കും എന്ന് വന്ന ഒരു സാഹചര്യത്തിൽ ഭഗവാൻ ശിവൻ അത് യാതൊരു വിഷമതയും കാണിക്കാതെ ഭക്ഷിക്കുകയാണ് ചെയ്തത്, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അവിടെ പാർവതി തടഞ്ഞെങ്കിലും നീലകണ്ഠൻ എന്ന പേരോടുകൂടി ആ
വിഷം ശിവന്റെ കഴുത്തിൽ ഒതുങ്ങി നിന്നു. ലോകത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളാണതൊക്കെ, ശിവൻ ചെയ്യുന്ന ത്യാഗങ്ങൾ. അതുപോലെ തന്നെ ഭഗീരഥന് വേണ്ടി ഗംഗ, ആകാശഗംഗ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൂമിക്ക് ആ ഗംഗാപ്രവാഹം സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് വന്നപ്പോൾ അവിടെ മഹാദേവൻ തന്നെയാണ് സഹായത്തിനെത്തിയത്. സ്വന്തം തലയിൽ ആദ്യം വന്ന് അവിടെ നിന്നാണ് ഗംഗ ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നത്. അതുപോലെ തന്നെ ശിവന്റെ ഏറ്റവും വലിയൊരു കഴിവ് നമുക്ക് കാണാം. മനസ്സിൻ്റെ കാരകത്വം, സ്വഭാവത്തിൻ്റെ കാരകത്വമൊക്കെ ഉള്ള ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്? ചന്ദ്രചൂടനല്ലേ ശിവൻ. അപ്പോൾ ശിവൻ ഇതൊക്കെ സാധിക്കുന്ന ഒരു മഹാ അവതാരമാണ്. ഡിസ്ട്രക്ഷൻ ഉണ്ട്, എന്നാലും ഒപ്പം തന്നെ ഹീലറാണ്. ഏറ്റവും നല്ല ഹീലറാണ് ശിവൻ. വൈദ്യം, ഈ നക്ഷത്രക്കാർക്ക് വൈദ്യം ഏറ്റവും യോജിച്ച ഒരു പ്രൊഫഷനായിരിക്കും. വളരെ നന്നായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു രംഗമായിരിക്കും വൈദ്യം. കാരണം ശിവൻ വൈദ്യത്തിൻ്റെ ആളാണ്. അതുപോലെ തന്നെ ശിവൻ ഒരു ഹണ്ടറാണ്, ആർച്ചറാണ്. എന്നാലും ശിവൻ മൃഗങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു ദൈവം കൂടിയാണ്, പശുപതിയാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് മൃഗ സംരക്ഷണം, മൃഗ ഡോക്ടർമാരാവുക, ഇതൊക്കെ വളരെ നന്നായിട്ട് ഫലം ചെയ്യുന്നതായിരിക്കും. പിന്നെ ശിവന്റെ ഒരു സ്വഭാവം ആദ്യം ഭയപ്പെടുത്തും. വലിയ സ്റ്റോം, ശബ്ദം, ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ ശിവന്റെ ഒരു സ്വഭാവമാണ്, രുദ്രഭാവങ്ങൾ. എന്നാലും അവസാനം ഈ നക്ഷത്രത്തിൻ്റെ സിമ്പിൾ കണ്ടിട്ടില്ലേ? അത് ടിയർ ഡ്രോപ്പാണ്. അത് ഒരു പരിണാമത്തെ, ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് അത് കാണിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് ഗ്രീൻ, ഫ്രഷ്, മോയിസ്ചർ. ഇതാണത്, ആർദ്ര, ഈ സിമ്പിൾ. മോയിസ്ചർ എന്ന് പറഞ്ഞാൽ അതിൽ വാട്ടറിയാണത്. ആ മോയിസ്ചർ ആകാശത്തിലേക്ക് പോയി അതാണ് കാർമേഘമാവുന്നത്. ആ കാർമേഘമാണ് പിന്നെ മഴയായി ഭൂമിയിൽ തിരിച്ചു വരുന്നത്, ട്രാൻസ്ഫോർമേഷൻ. ആ തിരിച്ചു വരവിലാണ് നമ്മുടെ പ്രകൃതി സമ്പുഷ്ടമാകുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ശിവനും ഈ സിമ്പിളും ഈ മൃഗവും ഈ പക്ഷിയും എല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ ജാതക ചിന്തയിൽ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രത്തിനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് കാണുന്ന ഒരു മൃഗം ഞാൻ പറഞ്ഞില്ലേ, അത് ഫീമെയിൽ ഡോഗാണ്. യഥാർത്ഥത്തിൽ മഹർഷി ഉദ്ദേശിക്കുന്നത് ഈ ഡോഗുകളെ, നായ്ക്കളെ പരിപാലനം ചെയ്യുന്നത് രാഹുവിനെ പ്രീതിപ്പെടുത്താൻ വളരെ നന്നായിരിക്കും. കറുത്ത നായ അത് രാഹുപ്രീതിക്ക് വളരെ ഉപകരിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ ആയിരിക്കണം ഈ നക്ഷത്രത്തിൻ്റെ മൃഗം നായയായത്. വീട്ടിൽ നായയെ വളർത്തുന്നത് എപ്പോഴും ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉപകാരം ചെയ്യും. പിന്നെ ചെമ്പോത്താണ്, നിങ്ങൾക്കറിയാമല്ലോ, ശുഭത്വമുണ്ട് അതിന്. കുചേലൻ്റെ യാത്രയിൽ വലത്തോട്ട് മാറി നിന്ന ചെമ്പോത്തിനെ കണ്ടാണ് ഈ കുചേലൻ കൃഷ്ണനെ കാണാൻ പോയത്. അതിൻ്റെ ഫലം നമുക്കെല്ലാം അറിയുന്നതല്ലേ. അതുപോലെ ചെമ്പോത്തിനും ദൈവാനുകൂലമുള്ള ഒരു പക്ഷിയാണത്. ഇങ്ങനെ പല കാര്യങ്ങളും
ശിവന് ബന്ധപ്പെട്ട കാര്യങ്ങളും ചേർത്ത് വേണം ഈ നക്ഷത്രത്തിൻ്റെ പൂർണ്ണമായ പഠനം നടത്താൻ. ഒപ്പം രാശിയും ഗ്രഹനിലയും നമ്മൾ പരിഗണിക്കണം. കൂടുതലായി പറഞ്ഞാൽ ഇല്ലാത്തത് പറയാൻ സമയത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് തൽക്കാലം ഇത്രമാത്രം. അടുത്ത നക്ഷത്രം പുണർദം, അത് നമുക്ക് സംസാരിക്കാം. ഞാൻ ഈ നക്ഷത്രക്കാർക്ക് വേണ്ടി ഒരു 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 മന്ത്രം പറഞ്ഞു തരാം. ഈ മന്ത്രം ഉരുവിടുന്നത് എപ്പോഴും ഗുണം ചെയ്യുന്നതായിരിക്കും. ഓം ഐം ഹ്രീം ക്ലീം ആർദ്രായേ നമഃ. ഇത് എല്ലാ ദിവസവും 108 പ്രാവശ്യം ഉരുവിടുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. അതൊരു നല്ലൊരു വൈബ്രേഷൻ ഉണ്ടാക്കും. തൽക്കാലം ഇത്രമാത്രം. നമുക്ക് അടുത്ത പുണർദം നക്ഷത്രത്തെ പറ്റി അടുത്ത് സംസാരിക്കാം. ബൈ.